ലോകം മുന്നോട്ട് വെച്ച പലതും നേടാമായിരുന്നു. സുഖങ്ങൾ, അംഗീകാരങ്ങൾ, പ്രശസ്തി, അന്തസ് എന്നിവ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഉപേക്ഷിച്ച് വിളിച്ചവനോട് വിശ്വസ്തത കാട്ടിയവർ ക്രിസ്തുവിന് വേണ്ടി എല്ലാറ്റിൽ നിന്നും പിൻവാങ്ങി ജീവിക്കുകയെന്നത് വെല്ലുവിളിയാണെന്നറിഞ്ഞിട്ടും ദൈവമാണ് വളർത്തുന്നതെന്ന് ഉത്തമ ബോധ്യത്തോടെ പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടവർ. ക്രിസ്തുവാണ് ജീവിതത്തിന്റെ മാനദണ്ഡം. ഇത് മനസ്സിലാക്കി സ്വന്തമെന്ന് കരുതിയവയെല്ലാം ഉപേക്ഷിച്ച് നീതിയും സമാധാനവും
വന്യവൈദികരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, തിരുനാളിൻ്റെ 4-ാം ദിവസമായി നമുക്കായിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും വചന പ്രഘോഷണം നടത്തുവാനായിട്ട് കടന്നു വന്നിരിക്കുക സ്നേഹമുള്ള ജിനോറോസ് അച്ഛനാണ്. അച്ഛനെ നമ്മുടെ ദേവാലയത്തിലേക്ക് നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. അതോടൊപ്പം സഹകാർമ്മികനായ ആൻസ്റ്റം അച്ഛനെയും നമ്മുടെ ദേവാലയത്തിലേക്ക് നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. ഇന്ന് ദിവ്യബലിക്ക് നേതൃത്വം നൽകുക വിശുദ്ധ ത്രേസ്യ വേളാങ്കണ്ണി മാതാ BCS യൂണിറ്റ് അംഗങ്ങളാണ്. ആ കുടുംബാംഗങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഏറെ പ്രത്യേകിച്ച് ഡേവി, മിനി, ദീപു, മണിയൻ, ഫിലോമിന, സന്തോഷ്, ഷിജു, മഞ്ജു, ആദ്ര, ഷിജു, രാജേഷ്, ആൻസി, ഹനു ക്രിസ്റ്റി, റയാൻ ക്രിസ്റ്റി, ഫിലോമിന, സിസ്റ്റർ വിനീത, വിൻസെന്റ്, രാജൻ, ലാലി, സത്യൻ, അമ്മണി, സനു, ചിത്ര, സിയാൻ, തങ്കപ്പൻ, ശാന്ത, ഐസക്, യേശുദാസ്, ജസീത, ചന്ദ്രിക, ഷിജു, രേഷ്മ, ഇവാനിയ, ഇവാൻ, ബൈജു, ആശ, ആൻഡു, റോസമ്മ, ജോസ്ജോ, ഷാജി, ഷിമി, ജസിൻ, ജിജിൻ, ആന്റണി, ജോർജ്, മേരി, അന്നാഹുബർ, ലിജു, നിഷ, നോറ, ടൈസ, ലില്ലി, ഡിക്സൺ, വിജിത, ആൻമരിയ, ഡേവിഡ്, ക്രിസ്റ്റി, അനീഷ്, ധന്യ, ആരുഷ്, ഹെലന, ജോയി, സഞ്ജനി, ആദ്ര, അനീന, അജീഷ്, രാഖി, അവന്തിക, ജോസ്, ശാലിനി, ജിബിൻ ജോസ്, ജോബിൻ ജോസ്, അനീഷ്, സൗമ്യ, അനശ്വൻ, അനീന, മനോഹരൻ, സുനിത, ഹേമന്ത്, മനോഹർ, സത്യൻ, മരിപുഷ്പം, പുഷ്പം, സുബിൻ, സുജിൻ, ജോർജ്, ജ്യോതി, ആദർശ്, രാകേഷ് രാജൻ, മീര, ജീവ ജോസ്, ജോസ്, മായ, തങ്കം, മണിയൻ, ശകുന്തള, സജു, തങ്കരാജ്, സുശീല, വത്സല, മധു, ദീന, അമൽ എന്നിവരെ പൂർണ്ണമായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അർപ്പിക്കപ്പെടുവാനായിട്ട് പോകുന്ന ദിവ്യബലിയുടെ ദിവ്യയോഗ്യതയാൽ ഇവരുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹാഭിലാഷങ്ങളും സഫലമാക്കി കൊടുക്കണമെന്ന് ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ പിതാവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ സ്നേഹം നിറഞ്ഞ അനുസരിച്ച സ്നേഹമുള്ളവരെ, തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആദ്യമേ തന്നെ നേരുകയാണ്. ഇന്ന് ഇടവക ദൈവബലി ദിനമായി ആചരിക്കുകയാണ്. പഴയ നിയമത്തില് തുടക്കം മുതൽ നാം കാണുന്നു ദൈവം അഭിഷിക്തരെ ഒരുക്കുകയായിരുന്നു ജനത്തെ നയിക്കുവാൻ വേണ്ടി. അതോടൊപ്പം തന്നെ അവന്റെ വചനം പ്രഘോഷിക്കുവാൻ വേണ്ടിയും അവന്റെ നിയമങ്ങൾ ഈ ലോകത്തിലേക്ക് നൽകുവാൻ വേണ്ടിയും അവൻ നൽകുന്ന കാര്യങ്ങളെല്ലാം ജനത്തെ അറിയിക്കുവാൻ വേണ്ടിയും പുരോഹിതരെയും അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് അവൻ ആളുകളെ, ജനത്തെ, ഓരോ വ്യക്തികളെ അവൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. തിരഞ്ഞെടുക്കുന്ന അഭിഷിക്തരിലൂടെയായിരുന്നു അവൻ ജനത്തോട് സംസാരിച്ചിരുന്നത്. ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കുന്നത്, ദൈവവചനം പങ്കുവെക്കുന്നത്, ദൈവത്തിന്റെ നിയമങ്ങൾ പറഞ്ഞു തരുന്നത്, ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് പുരോഹിതരാണ്. ഇന്ന് ദൈവബലി ദിനം ആഘോഷിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുന്നത് ഇവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ പുരോഹിതരെയും നമ്മൾ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ
ഇവിടെ സേവനം അനുഷ്ഠിക്കുന്ന ബിനുവച്ചൻ ഏറെ പ്രത്യേകിച്ച് ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയധികം പുരോഹിതര് ഈ ഇടവകയിലൂടെ സേവനം ചെയ്തു പോയി. അവരുടെ അനുഗ്രഹങ്ങളും അവരെ എല്ലാവരുടെയും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതുവരെ ഈ ഇടവക ഇത്രയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ തലയുയർത്തി ഈ കള്ളിക്കാട് ദേശത്തുണ്ടെങ്കിൽ അത് പുരോഹിതർ സ്വർഗത്തിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം തന്നെയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ മോശ കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ജനം ഒത്തിരിയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വീകരിച്ചു. പക്ഷെ എപ്പോഴാണോ മോശയുടെ കരങ്ങൾ താഴ്ന്നു പോയത്, ഒത്തിരിയധികം തകർച്ചയും കണ്ണുനീരും വേദനയുമായിരുന്നു. നമുക്ക് ആത്മാർത്ഥമായ പുരോഹിതർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇവിടെ സേവനം അനുഷ്ഠിച്ചു പോയ എല്ലാ പുരോഹിതരെയും നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ധാരാളം ദൈവവിളികൾ ഈ ഇടവകയിൽ നിന്നുണ്ടാകുവാൻ വേണ്ടിയും നമുക്ക് വലിയ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, മനുഷ്യാവതാരം ചെയ്ത അങ്ങേ പുത്രന്റെ മാതാവിന് ജന്മം നൽകാനുള്ള കൃപാവരം വിശുദ്ധരായ ജവാക്കിനും മന്നാക്കും അങ്ങ് പ്രദാനം ചെയ്തുവല്ലോ. ഈ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വഴി അങ്ങ് ജനത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷ ഞങ്ങൾ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്ന ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ജെറമ്യയോട് അരുളി ചെയ്തു, നീ കർത്താവിന്റെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക, കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യൂദാ നിവാസികളെ, കർത്താവിന്റെ വാക്കു കേൾക്കുവിൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ, എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. കർത്താവിന്റെ ആലയം, കർത്താവിന്റെ ആലയം, കർത്താവിന്റെ ആലയം എന്ന ഉള്ള വാക്കുകളിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ
കർത്താവിനോടുകൂടെ അതായത് വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് ഒരു ഉപമ അരുളി ചെയ്തു. ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുക്കളാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട, കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞു വരും. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ സ്വീകരിച്ച് തീയിൽ ചുട്ടു കളയുവാൻ അവ കെട്ടുകളായി വയ്ക്കുവിൻ. ഗോതമ്പ് എന്റെ ധാന്യപുരയിൽ സംഭരിക്കുവിൻ. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈകാരിച്ച സ്നേഹമുള്ളവരെയും വിശുദ്ധയുടെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആദ്യമേ തന്നെ ഇതുകൾക്ക് നേരുകയാണ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും ഒരു വിഷമമുള്ളതുപോലെ മുഖത്ത് കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ സാധാരണ എല്ലാവരും ചിരിച്ചുകൊണ്ടൊക്കെ പങ്കെടുക്കണമെന്നാണ് അല്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അതെല്ലാം പുറത്തു വെച്ചതിന് ശേഷം ഈശോയുടെ മുന്നിൽ നിൽക്കണമെന്നാണ്. അപ്പോൾ ഇത് ദൈവവിളി ദിനമായിട്ട് നിങ്ങൾ ആചരിക്കുകയാണ് അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ പൗരോഹിത്യത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ഒരു സുദിനമാണ്. പേടിക്കേണ്ട, 15 മിനിറ്റ് കൊണ്ട് പ്രസംഗം നടത്താൻ വേണ്ടി അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്നെ പെട്ടെന്ന് നിർത്തുന്നുള്ളതാണ്. അപ്പോൾ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പൗരോഹിത്യത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിക്കാറ്. ഞാൻ നെയ്യാറ്റിൻകര രൂപതയിലെ ദൈവവിളി കമ്മീഷൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. പിന്നെ സെമിനറിയിൽ നിന്നാണ് ഞാൻ വരുന്നത്, സെമിനറി അച്ഛനാണ്. അപ്പോൾ പൗരോഹിത്യത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കാറ് പതിവാണ്. അപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ആരാണ് ഒരു പുരോഹിതൻ? ഉത്തരം പറയാം. ചന്ദ്രമംഗലക്കാരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്കും പറയാം ഉത്തരം. എൻ്റെ ഇടവക്കാർ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആരാണ് ഒരു പുരോഹിതൻ? പറ, കാറ്റഗറിസം കുട്ടികളൊക്കെ പറ. നിങ്ങൾ ബിനുവച്ചനെ നോക്കിയിട്ട് നിങ്ങൾ പറ, ആരാണ് ഒരു പുരോഹിതൻ? ദൈവത്തിന്റെ അഭിഷിക്തനാണ് പുരോഹിതൻ. വേറെ നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഇടയനാണ് പുരോഹിതൻ അല്ലേ? ഇടയനാണ് പുരോഹിതൻ. ദൈവത്തിന്റെ അഭിഷിക്തനാണ് പുരോഹിതൻ. സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ചിന്തിച്ചു നോക്കാൻ ആരാണ് ഒരു പുരോഹിതൻ? കേട്ടില്ല? ഒരു പച്ചയായ മനുഷ്യനാണ് പുരോഹിതൻ. ശരി തന്നെയാണ്. സാധാരണക്കാരായ നിങ്ങളെപ്പോലുള്ള അപ്പന്റെയും അമ്മയുടെയും മകനായി ജനിക്കുന്നവനാണ് പുരോഹിതൻ അല്ലേ? ഒരു സാധാരണ മനുഷ്യനാണ് പുരോഹിതൻ. അവൻ അഭിഷിക്തനാണ്, പ്രവാചകനാണ്, രാജാവ് അല്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പുരോഹിതൻ അതാണ്. ദൈവത്തിന്റെ അഭിഷേകം ലഭിച്ചവനാണ് ഒരു പുരോഹിതൻ എന്നത്. ഇപ്പോ മേരിയായി പറയും, പൗരോഹിത്യം എന്ന് പറയുന്നത് കർത്താവിന്റെ ഹൃദയത്തിലെ സ്നേഹം എന്നാണ് പറയുന്നത്. ഞാൻ അച്ഛനായിട്ട് 4 വർഷമായി ഒരിടവകയിലും എത്താൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. 2 മാസം ഒരിടവകയിൽ. അപ്പോഴൊക്കെ
പണ്ടൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, പൗരോഹിത്യം എന്താണ്, ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? പലരും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ ജീവിതം? പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് കുടുംബമില്ലാതെ ജീവിക്കുന്നത് എന്നൊക്കെ. പക്ഷെ അതിനൊന്നും ഒരു ഉത്തരം നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത്. ഏതച്ഛനോട് ചോദിച്ചാൽ അവർ പറയില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഉറപ്പാണ്, അവൻ്റെ ഹൃദയത്തിലെ സ്നേഹം ചാലിച്ച്, അവൻ്റെ ഹൃദയത്തിലെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കുന്ന ഒരു ജീവിതാന്തസ്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അവൻ മലമുകളിലേക്ക് കയറിയതിനു ശേഷം തനിക്ക് ഇഷ്ടമുള്ളവരെ അവൻ്റെ അടുക്കലേക്ക് വിളിച്ചു. കുടുംബജീവിതം സ്ഥാപിച്ചിട്ട് കർത്താവ് പറഞ്ഞാണ്, എനിക്ക് ഇഷ്ടമുള്ളവരെയാണ് തിരഞ്ഞെടുക്കണമെന്ന്. അല്ലെ, കുടുംബജീവിതം സ്ഥാപിച്ചപ്പോൾ പറയാനോ? ഇല്ലല്ലോ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനൊരു പാരയെ കൊടുക്കണം, അങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. അല്ല, അവരൊരു ഇണയെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ദൈവം, അല്ലേ? അപ്പോൾ പൗരോഹിത്യത്തിലേക്ക് അഭിഷിക്തരെ വിളിക്കുമ്പോൾ അവൻ പറഞ്ഞത് ഇപ്രകാരമാണ്, അവർ ഇഷ്ടമുള്ളവരെ അവന്റെ അടുക്കലേക്ക് വിളിച്ചു എന്നുള്ളതാണ്. വചനം പ്രഘോഷിക്കുവാനും കൂടെയായിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും അയക്കുവാൻ വേണ്ടി അവൻ വിളിച്ചു എന്നാണ് വചനം സാക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, അവരിഷ്ടമുള്ളവരെയാണ് പൗരോഹിത്യത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഈ ഇടവകയിൽ എത്ര പുരോഹിതരുണ്ട്? സെക്രട്ടറി പഠിക്കുന്നുണ്ടോ? പുരോഹിതരുണ്ടോ? ഇല്ല. എത്ര വർഷമായി ദേവാലയം വെച്ചിട്ട്? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഇടവകയിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ തലമുറകൾക്ക് നൽകുന്ന അനുഗ്രഹമാണ് പൗരോഹിത്യം. നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങളടുത്ത് വായിച്ചു നോക്കണേ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവും, അതുകൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ആത്മാർത്ഥമായി നിന്നെടുത്ത് ധ്യാനിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ പുരോഹിതൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പുരോഹിതൻ ഇങ്ങനെ കൂടെയായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരു പുരോഹിതൻ അവനെ അനുധാവനം ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലേ? നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒരു പുരോഹിതൻ നിങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. നിങ്ങൾ ജനിക്കുന്ന സമയം മുതൽ നവദമ്പതിമാർ ഈ ദേവാലയത്തിന്റെ അൾത്താരയ്ക്ക് മുന്നിൽ ആയിരിക്കുമ്പോൾ മുതൽ, ഒരു കുഞ്ഞിന് ജന്മം ലഭിക്കുന്ന ആ നിമിഷം മുതൽ ഒരു പുരോഹിതൻ അറിഞ്ഞും അറിയാതെയും ഒരു ക്രിസ്തീയ ജന്മത്തെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് പറയാം. പ്രഭാഷകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായത്തിൽ പ്രകാരം കുറിച്ചു വയ്ക്കുന്നുണ്ട്. ഒരു പുരോഹിതൻ അഭിഷേകം ചെയ്യപ്പെടുന്നത് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചും അവൻ നൽകിയിരിക്കുന്ന നിയമങ്ങളെ പറ്റിയും സഭയുടെ നിയമങ്ങളെ പറ്റിയും സഭയുടെ കാഴ്ചപ്പാടുകളെ പറ്റിയും എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും അവൻ പഠിപ്പിക്കുവാനും അത് ജനത്തോട് വിളിച്ചു പറയുവാനും അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നാണ് പറയുക വചനം. അത് തന്നെയാണ് സഭ നമ്മോട് ആവശ്യപ്പെടുന്നത്. സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, വചനം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങൾ ജനത്തെ അറിയിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കടമ. രണ്ടാമത്, അവൻ അഭിഷേകം ചെയ്യപ്പെടുന്നത് അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. അവൻ അഭിഷേകം ചെയ്യപ്പെടുന്നത് അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു പുരോഹിതൻ കരങ്ങൾ ഉയർത്തിയാൽ മാത്രമേ ജനത്തിന് അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. എവിടെയെങ്കിലും അനുഗ്രഹങ്ങൾ ചോർന്നു പോകുന്നുണ്ടെങ്കിൽ ആ പുരോഹിതന്റെ കരങ്ങൾ താഴ്ന്നു പോയിട്ടുണ്ടാകാം. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇസ്രായേൽ മക്കള് ഒത്തിരിയധികം അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടി. തളർന്നു പോയപ്പോൾ എന്ത് ചെയ്തു? ഭയങ്കര പ്രശ്നമായിരുന്നു. വീണ്ടും ജനം എന്ത് ചെയ്തു? മോശയുടെ കരങ്ങളെ താങ്ങി നിർത്തി എന്നുള്ളതാണ് അനുഗ്രഹത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, അവൻ അനുഗ്രഹിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്.
അവനെ താങ്ങി നിർത്തേണ്ടത് ജനമാണ്. അവൻ അനുഗ്രഹിക്കുമ്പോൾ സ്വർഗം തുറന്ന കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ അറിഞ്ഞും അറിയാതെയും ഒരു പുരോഹിതൻ അനുധാപനം ചെയ്യുന്നുണ്ട്. വിവാഹവേളയിലെ കരങ്ങൾ ഉയർത്തി പുരോഹിതൻ പ്രാർത്ഥിക്കുകയും ഈ നവദമ്പതിമാർ സന്താനപുഷ്ടിയുള്ളവരാകട്ടെ, അല്ലേ? കുറച്ചു മാസം കഴിഞ്ഞ് എന്ത് ചെയ്യും? ആ അനുഗ്രഹത്തോടെ വരും ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ വേണ്ടി ഈ പുരോഹിതന്റെ ഇടയ്ക്കിലേക്ക്. ആ പുരോഹിതൻ കരങ്ങൾ ഉയർത്തി പറയും, ഇവൾ അല്ലെങ്കിൽ ഇവൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ സ്നാനപ്പെടുത്തുകയും ജന്മപാപത്തിൽ നിന്ന് നിന്നെ വിമുക്തയാക്കുകയും സഭയിലെ അംഗമാക്കുകയും ചെയ്യുന്നുവെന്ന്. ശേഷം സൈന്യലേപനം എന്ന കൂദാശ നൽകി, പരിശുദ്ധാത്മാവിന് നൽകി, ഒരു പുരോഹിതൻ വീണ്ടും അവളെ അല്ലെങ്കിൽ അവനെ ശക്തിപ്പെടുത്തുകയാണ്. കുമ്പസാരം എന്ന കൂദാശ നൽകി നിന്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അവിടെയും ഒരു പുരോഹിതന്റെ കരമാണ് ഉയരുക. ഓരോ ദിവസത്തെയും ബലിയില് സ്വർഗത്തിലായിരിക്കുന്ന ദൈവത്തെ ഭൂമിയിലേക്ക് വിളിച്ചു വരുത്തുകയും അപ്പമാക്കുകയും അവന്റെ രക്തവും അവന്റെ ശരീരവും അവന്റെ രക്തവുമാക്കി നമുക്ക് ജീവന്റെ അപ്പം വിളമ്പി തരുന്നതും ഒരു പുരോഹിതനാണ്. രോഗശൈലിയിലായിരിക്കുമ്പോൾ നിന്റെ രോഗങ്ങളും പാപങ്ങളും അകലുവാൻ വേണ്ടി, മാറ്റുവാൻ വേണ്ടി ഉയരുന്ന കരവും ഒരു പുരോഹിതന്റെയാണ്. വിവാഹവേളയിലും പൗരോഹിത്യ കൂദാശ പരികർമ്മം ചെയ്യുമ്പോഴും ഒരു പുരോഹിതന്റെ കരമാണ് ഉയരുക. ശേഷം ആറടി മണ്ണിലേക്ക് എടുത്തു വെക്കുമ്പോഴും ഒരു പുരോഹിതന്റെ കരമാണ് ഉയരുക. സ്വർഗത്തിലാണോ നരകത്തിലാണോ എവിടെയാണെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ഈ ബലിപീഠത്തിൽ കരങ്ങൾ ഉയർത്തിയ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒരു പുരോഹിതന്റെ കരങ്ങളിലൂടെയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ജനിക്കുന്ന ആ നിമിഷം മുതൽ മരിച്ച് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അറിയാതെ നിങ്ങളുടെ ബന്ധുക്കൾ വേദനിച്ചിരിക്കുമ്പോഴും ഒരു പുരോഹിതൻ നിങ്ങളെ അനുധാവനം ചെയ്യുന്നു എന്നുള്ളതാണ്. എവിടെയൊക്കെ പുരോഹിതന്റെ അനുഗ്രഹങ്ങൾ നഷ്ടമാകുന്നുവോ അവിടെയെല്ലാം ദുരിതങ്ങൾ ഉണ്ടാകുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ആഫ്രിക്കയിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോ ആ പ്രത്യക്ഷപ്പെട്ട ആളായോട് മാതാവിനോട് ചോദിച്ചു, അമ്മേ എന്നെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോകണമെന്ന്. അപ്പൊ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പ്രിയ പുത്രൻ അവന് ഇഷ്ടമുള്ളവരെ വിളിച്ച് അഭിഷിക്തരാക്കി അനുഗ്രഹിക്കുവാൻ വേണ്ടി നീ പുരോഹിതന്റെ അടുക്കലേക്ക് പോവുക എന്നാണ്. പ്രിയമുള്ളവരെ, പുരോഹിതനെ അനുഗ്രഹിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പ്രകാരം പറയുന്നു, പുരോഹിതനെ കൂടാതെ നിങ്ങൾക്ക് ദൈവത്തെ അറിയുവാൻ സാധിക്കുകയില്ല എന്ന്. അപ്പോസ്തലന്മാർ അറിഞ്ഞതും അനുഭവിച്ചതും രുചിച്ചതും സ്പർശിച്ചതുമായ ദൈവത്തെ ഞാൻ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. അല്ലെ, അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണ് ആര്? മെത്രാന്മാർ. ഈ മെത്രാന്മാര് സെമിനാരികളിൽ പഠിക്കുന്ന കാര്യങ്ങള് ദൈവത്തോട് കൂടെയായിരുന്ന് വചനം ധ്യാനിച്ച് 13-14 വർഷം പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ അനുഭവിച്ച, രുചിച്ച, സ്പർശിച്ച ദൈവത്തെ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. പുരോഹിതരാരാണ്? മെത്രാന്മാരുടെ സഹായകരാണ്. അപ്പോൾ ഈ അപ്പോസ്തലിക പാരമ്പര്യം അനുഭവിച്ച ദൈവത്തെ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നത് നിങ്ങളും ഞങ്ങളും ദൈവത്തോടു കൂടെ ഒന്നായിരിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പുരോഹിതർ നിങ്ങളോട് വചനം പ്രഘോഷിക്കണം എന്നുള്ളതാണ്. ദൈവത്തെ അറിയണമെങ്കിൽ പുരോഹിതർ നിങ്ങളോട് വചനം പ്രഘോഷിക്കണം. അതുകൊണ്ട് തന്നെ പുരോഹിതരോടൊപ്പമായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ പറയുന്നതാണ്, പുരോഹിതരെ നിങ്ങൾ സ്നേഹിക്കണം. പുരോഹിതരെ നിങ്ങൾ സ്നേഹിക്കണം. അവന്റെ കരങ്ങളിലൂടെ സ്വർഗത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ പിടിച്ചു പറിക്കണം. നിങ്ങൾ യാചിക്കണം, ശാഠ്യം പിടിക്കണം. കർത്താവേ,
എനിക്കൊരു പുരോഹിതൻ ഇവിടെയുണ്ട്, എന്റെ ദേവാലയത്തിൽ ഒരു പുരോഹിതനുണ്ട്, അവനിലൂടെ എനിക്ക് ഒത്തിരിയധികം അനുഗ്രഹങ്ങൾ എന്റെ ഭവനത്തിലും എന്റെ ദേശത്തും ഉണ്ടാകുവാൻ വേണ്ടി കർത്താവേ എന്റെ പുരോഹിതനെ ശക്തിപ്പെടുത്തണമേ. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കണം, അവന്റെ കരങ്ങൾ താങ്ങി നിർത്തണം. പ്രാർത്ഥനയിലൂടെയും സഹായിക്കുന്നതിലൂടെയും സ്നേഹിക്കുന്നതിലൂടെയും നിങ്ങൾ പുരോഹിതനെ സ്നേഹിക്കണം. എന്തിനാണ് പുരോഹിതൻ ബലിയർപ്പിക്കുന്നത് നിങ്ങൾക്കറിയാമോ? എന്തിനാണെന്നറിയാമോ? അവന്റെ തന്നെ പാപങ്ങളുടെ പരിഹാരത്തിനും ജനങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനും. അതിൽ തന്നെ മനസ്സിലാകും ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരാണ് എന്ന്, അല്ലേ? ഏറ്റവും കുറഞ്ഞവരെയും ഏറ്റവും പാപികളെയും ഒക്കെയാണ് ദൈവം വിളിച്ചത് എന്ന് വചനം സാക്ഷിക്കുന്നുണ്ട്, അല്ലേ? അല്ലേ? നിങ്ങളെക്കാളും പാപികളാണ് ഞങ്ങൾ, അതുകൊണ്ടാണ് ദൈവം പൗരോഹിത്യം നൽകിയത്. അപ്പോൾ അവൻ ബലിയർപ്പിക്കുന്നത് അവന്റെ പാപപരിഹാരത്തിലും ജനങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിലും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. സഭയിലെ പല നിയമങ്ങളും അവർ നിങ്ങളോട് പറയുമ്പോൾ അവരെ കേൾക്കുവാനും അവരെ ശ്രദ്ധിക്കുവാനും ഒക്കെ സാധിക്കണം. കാരണം അവൻ്റെ സ്വന്തം അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹവും കരുതലും എല്ലാം ഉപേക്ഷിച്ച് ഒരു ജനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവനാണ് പുരോഹിതൻ. ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നവൻ. അവൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൻ്റെ കൂടെ ഒരാൾ മാത്രമേ ഉള്ളൂ. എല്ലാവരെയും തകർക്കാൻ പറ്റുന്ന, എല്ലാവരെയും അനുഗ്രഹിക്കാൻ പറ്റുന്ന ആ ദൈവം മാത്രമാണ് അവൻ്റെ കൂടെയുള്ളത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിക്കണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ വൈദികരെ കുറിച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കുക. ദൈവവിളി പ്രോത്സാഹനവും കൂടെയാണ് കേട്ടോ ഇത്. വീട്ടിലിരുന്ന് നല്ലത് പറയുക. നിങ്ങൾ വീട്ടിലിരുന്ന് പറയുന്നത് പിള്ളേർ നാട്ടിലിറങ്ങി പറയുമെന്നുള്ള കാര്യം അറിയാലോ, അല്ലേ? അതാണ്. അപ്പൊ പുരോഹിതരെ കുറിച്ച് നല്ലത് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി. ഇവിടെയുള്ള ബന്ധുക്കൾ ആ ബന്ധുവിന്റെ ആളല്ല, അതുകൊണ്ട് പറയാം. ഞാൻ എന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയപ്പോ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? 2 മാസം ഒരു ഇടവകയിലിരുന്നു. 2 മാസം. അപ്പോ രൂപതയുടെ ഒരു നിയമം വന്നല്ലോ, എന്താണ് ഈ കുർബാനകളൊന്നും കുരിശടികളിലൊന്നും പാടില്ല എന്ന്. അതെനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. നിയമം വരുന്നതിന് മുന്നേ ഞാനും അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഏറ്റവും വലിയ ആരാധനയാണ് കുർബാന. അതിൽ നമ്മൾ ഒരിക്കലും കളങ്കം വരുത്താൻ പാടില്ല. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയധികം വേദനകൾ വരുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കുരിശടി വെച്ച് നടത്താൻ രൂപത അനുവദിക്കുന്നില്ല. അപ്പോഴൊരു ചേട്ടൻ പറഞ്ഞതാണ്, ചേട്ടാ അല്ല അച്ഛന് പറയാം, ഞങ്ങളുടെ ഇടവകയാണ്, ഞങ്ങൾ തീരുമാനിക്കും. വൈദികരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ പോലെ, ഇടവകയെന്ന് പറഞ്ഞാൽ തുറമുഖം. നിങ്ങൾ വരും പോകും, നിങ്ങൾ വരും പോകും. അതുകൊണ്ട് അച്ഛാ ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ നടക്കുന്നത് പോലെ തന്നെ നടക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ രൂപതയുടെ നിയമം പാലിക്കേണ്ടത് എൻ്റെ അവകാശമാണ്, കടമയാണ്. അതിന് എന്ത് വില കൊടുത്തും ഞാൻ അത് നേടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ തുറമുഖം ഇത്ര മനോഹരമായിട്ട് ആത്മീയ വ്യാപാരങ്ങൾ നടത്തുന്നത് ഈ പുരോഹിതർ കപ്പലുകൾ പോലെ വന്നു പോയി നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലേ? ഒരു തുറമുഖത്ത് കപ്പൽ വരാതിരുന്നു കഴിഞ്ഞാൽ ആ കപ്പലിൽ ആ തുറമുഖത്തെ കൊണ്ട് വല്ല ഗുണമുണ്ടോ? ഉണ്ടോ? തുറമുഖം എന്ന് പറയാം, അത്രമാത്രം എന്നുള്ളത് അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങള് ഇങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് ആരെടുത്തും എന്ന് ഞാൻ പറഞ്ഞു. ചേട്ടാ കപ്പൽ വരണം, തുറമുഖവും വേണം, രണ്ടും പൂരകങ്ങളാണ്. അതിനുശേഷം ചേട്ടൊന്നും പറഞ്ഞില്ല. പ്രിയമുള്ളവരെ, പുരോഹിതരെ സ്നേഹിക്കുക, കരുതുക. അവര് ബലഹീനരാണ്. സാധാരണ നിങ്ങളെപ്പോലെ സാധാരണ അപ്പന്റെയും അമ്മയുടെയും മകനായി ജീവിക്കുന്നത് കൊണ്ട് തന്നെ, ജനിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ബലഹീനനാണ്. അവന്റെ കുറവുകൾ കാണുമ്പോൾ അവന്റെ കരങ്ങൾ ചേർത്ത് പിടിക്കാനും അവന് ശക്തിപ്പെടുത്തുവാനും ജനത്തിന് കഴിയണം. ഏറ്റവും കൂടുതൽ ആഘോഷിക്കണം നമ്മളാണ്. ഒരു പുരോഹിതൻ വീഴുമ്പോൾ, കത്തോലിക്ക പുരോഹിതൻ ഒരാൾ വീഴുമ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കണം കത്തോലിക്കനായ നമ്മളാണ്. ഞാൻ ഉൾപ്പെടേണ്ടതെന്നല്ല, പക്ഷെ അങ്ങനെ ചെയ്യേണ്ടതല്ല. നമ്മളവരെ ചേർത്ത് പിടിക്കണം. നമ്മുടെ പ്രകാരമാണോ പുരോഹിതരെ കരുതുന്നത്, ചേർത്ത് പിടിക്കുന്നത്, അതുപോലെയായിരിക്കും നമ്മുടെ ഇടവകയിലെ മക്കള് പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും ഉയർന്നു വരിക.
ഇവിടെ ആത്മാർത്ഥമായി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുക. നല്ല പുരോഹിതര് നമ്മുടെ ഇടവകയിൽ നിന്നുണ്ടാകുവാൻ. നിങ്ങൾക്കറിയാം, ഇത്രമാത്രം പ്രശ്നങ്ങൾ, ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മീഡിയയിൽ അച്ഛന്മാരെ അലക്കുന്നതിൽ യാതൊരു ഉടുപ്പില്ലാതെ നമ്മളെ കുറിച്ച് പറയും. കുറവുകളുള്ളവരാണ് ഞങ്ങളുടെ കുറവുകളുള്ളവരാണ് ഞങ്ങളെ മനസ്സിലാക്കണം. ഞങ്ങളുടെ കുറവുകൾ നിങ്ങൾ മനസ്സിലാക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും വേണം. ഞാൻ എത്ര പാപിയാണെങ്കിലും ഞാൻ അഭിഷിക്തനാണ്, അല്ലേ? ഞാൻ എത്ര പാപിയാണെങ്കിലും ഞാൻ അഭിഷിക്തനാണ്. ദൈവത്തിന്റെ അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് അവന്റെ കരങ്ങളിലൂടെ മാത്രമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് അറിഞ്ഞ് ചിന്തിച്ചാൽ മതി, ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മതി, അത് നിങ്ങൾക്ക് മനസ്സിലാകും. അർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, നല്ല പുരോഹിതരെ എൻ്റെ ഈ ഇടവകയിൽ നിന്നുണ്ടാകണം. അതിന് നിങ്ങൾ പുരോഹിതരെ കുറിച്ച് നന്മ സംസാരിക്കണം. പുരോഹിതരെ കുറിച്ച് നന്മ നിങ്ങളുടെ മക്കളുടെ ചെവികളിൽ നിങ്ങൾ ഓതിക്കൊടുക്കണം. നന്മ മാത്രം സംസാരിക്കണം. കുറവുകളുള്ളവർ ഒത്തിരി പുരോഹിതരുണ്ട്. ആ കുറവുകളുള്ള പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവനെ വിളിച്ചത് ആരാണ്? ദൈവമാണ്. അവൻ്റെ കുറവുകളെ നിറവുകളാക്കും അവൻ, അതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നല്ല ദൈവവിളികൾ ഉണ്ടാകുവാൻ. നിങ്ങളുടെ സെമിനാരിയിൽ 10-25 പേര്, 30-50 പേരൊക്കെ പഠിച്ചുകൊണ്ടിരുന്നതാണ്. അച്ഛൻ എൻ്റെ 6 വർഷത്തെ സീനിയറാണ്. 6 വർഷം ഞാൻ സെമിനാരിയിലേക്ക് കയറിയപ്പോൾ അച്ഛൻ അവിടെ 6ാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 50-75 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് 11-12 സെമിനാരിയിൽ റൂമൊക്കെ ഒത്തിരി ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മക്കളെ നിങ്ങളാണ് അയക്കേണ്ടത്. കേട്ടല്ലോ? ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, പുരോഹിതരെ സ്നേഹിക്കുക, അവരെ കുറിച്ച് നന്മ പറയുക, അവരുടെ ജീവിത അന്തസ്സിനെ പറ്റി പിള്ളേർക്ക് നന്നായി പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ എപ്രകാരം പുരോഹിതരോട് ഇടപെടുന്നോ അത് കാണുന്നത് നിങ്ങളുടെ മക്കളാണ്. ആ മക്കൾ കാണുകയും അവരെന്ത് ചെയ്യും? പുരോഹിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. ആത്മാർത്ഥമായ ദൈവത്തോടും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും തീർത്ഥാടനയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മസ്വരൂപനായ ദൈവമേ, ആഗോള കത്തോലിക്ക തിരുസഭയെ സഭയെ നയിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെയും നമ്മുടെ രൂപത അധ്യക്ഷൻ അഭിമന്യ വിൽസൺ സാമുവൽ പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ജിനു റോസ് അച്ഛനെയും ആൻസലൻ അച്ഛനെയും ഞങ്ങളുടെ ഇടവക വികാരി ബിനു വർഗീസ് അച്ഛനെയും ഞങ്ങളുടെ ഇടവകയിൽ നിന്നും സമർപ്പിത ജീവിതം നയിക്കുന്ന സിസ്റ്റർ വിനിത വിൻസെന്റിനെയും മറ്റ് സമർപ്പിതരെയും അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ ഇവരെ നിറയ്ക്കണമേ. ആത്മാക്കളെ നേടണം എന്ന തീക്ഷ്ണതയോടെ അങ്ങേ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യുവാനും അങ്ങേ വചനം ലോകം മുഴുവൻ അറിയിക്കുവാനുമുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തെ നയിക്കുന്ന ഏത് നേതാക്കന്മാരെയും അങ്ങേ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. സത്യം, ധർമ്മം, നീതി എന്നിവ അധിഷ്ഠിതമായി രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ എല്ലാ നേതാക്കന്മാരെയും അങ്ങ് സഹായിക്കണമേ. അഴിമതി, തീവ്രവാദം എന്നിവയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുക്കുവാനും അവരെ അനുഗ്രഹിക്കണമേ. അതോടൊപ്പം എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. മാതാപിതാക്കൾ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനും മക്കൾക്ക് നല്ല ജീവിത മാതൃകകൾ നൽകുവാനും സഹായിക്കണമേ. കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും
ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹിതമായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ ഈ ആധുനിക ലോകത്തിൽ വിശ്വാസത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടുത്താതെ ഔദാശിക ജീവിതത്തിലൂടെ വളർന്നു വരുവാൻ ദൈവഭയം എന്ന ദൈവിക ദാനം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, രോഗികളോടും അവസരോടും കാരുണ്യവും പരിഗണനയും സ്നേഹവും പ്രകടിപ്പിച്ച രോഗത്താൽ വലയുന്ന ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ സഹോദരങ്ങളോടും കരുണ കാണിച്ച് ശാരീരികവും മാനസികവുമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിശുദ്ധമായ യോഗ്യതകളാൽ അവരുടെ ആത്മാക്കളെ സകലവിധത്തിലുള്ള പാപങ്ങളിൽ നിന്ന് കഴുകി വിശുദ്ധീകരിക്കുകയും നിന്റെ സമാധാനത്തിലേക്കും വെളിച്ചത്തിലേക്കും ആനയിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗനമായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ ദേശത്തെ അനുഗ്രഹിക്കുവാനും നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനും നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുവാനും ദൈവമേ അങ്ങ് ഞങ്ങളുടെ വിശുദ്ധന്മാരെ നിർത്തുന്നവരും കർത്താവേ അതിനെ നന്ദി പറയുന്നു. നമ്മുടെ ഇടവകയിൽ നിന്നും ഒരു പുരോഹിതനെയെങ്കിലും അങ്ങ് വിളിക്കണമേ. നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും തലമുറകളുടെ അനുഗ്രഹമാണ് ഫലമാണ് പുരോഹിതനെന്ന് മനസ്സിലാക്കുന്നു. കർത്താവേ, എൻ്റെ തലമുറയെ, എൻ്റെ പരമ്പരയെ, ജീവിത പരമ്പരയെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. സഹോദരനെ, നിങ്ങളുടെ സർവശക്തന പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമേ. കർത്താവേ, ഞങ്ങളുടെ ഭക്തിയുടെ കാണിക്കകൾ സ്വീകരിക്കുകയും അബ്രഹാത്തിനും അദ്ദേഹത്തിന്റെ സന്തതികൾക്കും അങ്ങ് വാഗ്ദാനം ചെയ്താൽ അതേ അനുഗ്രഹത്തിൽ പങ്കുകാരാകാൻ അർഹരാകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവരുടെ യോഗ്യതകൾക്ക് കിരീടമണിയിച്ചുകൊണ്ട് അങ്ങയെ ദാനങ്ങൾക്ക് തന്നെ മകുടം ചാർത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിത ശൈലി വഴി ഞങ്ങൾക്ക് മാതൃകയും ഐക്യം വഴി പങ്കാളിത്തവും മാധ്യസ്ഥം വഴി സഹായവും അങ്ങ് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഇത്രയേറെ സാക്ഷ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട് മുന്നിലുള്ള ജീവിത സമരത്തിൽ വിജയികളായി മുന്നേറാൻ
മഹത്വത്തിന്റെ അക്ഷയ കിരീടം അവരോട് കൂടെ കരസ്ഥമാക്കാനും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു അങ്ങ് ഇടയാക്കുന്നു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും വിശുദ്ധരോടും വിവിധ സമൂഹങ്ങളോടും കൂടെ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിഗീതം ആലപിക്കുന്നു. പാല
വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവൽ മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിലെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നിർഭയനാമേറ്റുപാടാം.
യേശു ക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം വാർത്ത അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
വിശ്രാന്തി പറയുകയാണ്. ഞാനും എല്ലാ ഞായറാഴ്ചയും ഓരോ പള്ളികളിൽ പോയി പ്രസംഗിക്കും. അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഒരു തിരുനാൾ കുർബാനയുടെ വരണം, ദൈവമെതിരാണ്, ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കണം. ഞാൻ എല്ലാ പള്ളികളിലും പ്രസംഗിക്കും. ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തത് പ്രത്യേകിച്ച് ഒരു പ്രസംഗം ഒരുങ്ങേണ്ടതില്ല. അങ്ങനെ ഒത്തിരി സന്തോഷമായി അച്ഛനെ ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിയിലുണ്ടായിരുന്നു. ഞാൻ ജൂനിയറായിരുന്നു. അന്ന് മുതൽ അണ്ണ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹബന്ധം ഉണ്ടായി. പിന്നെ 2 വർഷം ഇവിടെ കോൺടാക്ട് ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴാണ് കുറച്ച് നിന്നാണ് ഇന്ന് സംസാരിക്കാൻ പ്രാപിക്കാൻ വേണ്ടി അങ്ങ് ഏകജാതൻ മാനവരാശിയിൽ നിന്ന് ജാതനാകാൻ തീരുമാനസായല്ലോ. അപ്പത്താൽ പരിപോഷിച്ച അങ്ങേ മക്കളെ അങ്ങേ കാരുണ്യത്തിൽ ദത്തെടുപ്പിന് ചൈതന്യത്താൽ വിശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ